ഇല്ല, ഇത് പറ്റില്ല. ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ രജിസ്റ്റർ മാരേജ് ചെയ്തു. അതും 18 കഴിഞ്ഞതുള്ളൂ ആ കൊച്ചിന്. അത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഞാനൊന്ന് പറയട്ടെ. ഡി പാത്തു, ഇത് വീട്ടിലറിഞ്ഞായിരുന്നോ? ഇല്ല കാക്ക. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബം നോക്കി നടത്താനുള്ള പക്വത ആയിട്ടില്ല. പിന്നെ എന്തിനാ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒളിച്ചോടി വന്നത്? അത് അവളുടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ വയ്യാവേലിയാ തല വെച്ചോടി വരുന്ന നിങ്ങള്? പപ്പ, ചെറുതായിട്ട് അവളൊന്ന് പ്രഗ്നന്റ് ആയി, അതാ ഞാൻ ഒളിച്ചോടി കൊണ്ടുവന്നേ. ഇറങ്ങിപ്പോ രണ്ടും എൻ്റെ വീട്ടിൽ നിന്ന്. മമ്മി, അന്ന് കാക്കയുടെ കല്യാണത്തിന് മമ്മിയാണോ ഈ പിക്കിള് വെച്ചേ? അതെന്താ, വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഉള്ളത് പറയാലോ മമ്മി, ആ അച്ചാർ ഉള്ളത് കൊണ്ടാ അന്നത്തെ സദ്യ പൂർത്തിയായത്. സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കതുള്ളത് കൊണ്ട് കഴിക്കാൻ തന്നെ പറ്റിയത്. ഓ, അത് കുട്ടികൾക്കൊക്കെ പണ്ട് ആക്കി കൊടുക്കുന്നതാ. അവർക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ വെച്ച് കല്യാണത്തിനും അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ആക്കാണ്. എങ്കിൽ മമ്മി, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ മമ്മിയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാ ഇങ്ങനെ പ്രേമിച്ചത്. ഓ, എങ്കിൽ നീ ഇവിടെ കയറിയിരിക്കെ. ഞാൻ നിനക്ക് ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ തരാം. പിന്നെ ഇന്നായ അച്ചാറൊന്നും ഇല്ലെങ്കിലും എൻ്റെ കൈപ്പുണ്യം നിനക്കറിയാമല്ലോ. ആ രീതിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നീ എന്തോ നോക്കിക്ക, വീട്ടിൽ ഇറങ്ങിപ്പോ. എന്തിനു മമ്മി? അവനും കൂടെ തിന്നിട്ട് മമ്മിയുടെ ടേസ്റ്റ് ഒന്നുകൂടി അറിയട്ടെ. അവർക്കൊക്കെ കുറ്റം പറയാനേ നേരമുള്ളൂ മോളെ. പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് 10-15 മണിക്കൂറായി. ഇതിവിടെ പോയി കിടക്കുക. ആ ശരി ശരി, നാളെ കാണാം. ഏതല്ലോ അവളെ കാണാൻ പോയി വന്നേക്കുക. അതല്ല ഇത്ര നേരം വൈകിയേ. എന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് നാളെ കാണാന്ന് പറഞ്ഞേക്കുക. ഓ, നമ്മളൊക്കെ ഇനിയിപ്പോൾ ടൈം പാസ് ആണോ എന്നോ നമുക്കറിയുള്ളൂ. ഓഹോ, അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇയാൾ കേട്ടില്ലായിരുന്നു? ഓ, കൊള്ളാം. എന്തൊക്കെയായിരുന്നു. ഇപ്പം അതേ ഫോണിൽ. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് ഫോണിൽ തന്നെ ഇരിക്കുക. ഫോണിലായിരിക്കുമല്ലോ അവളുമാര്. എന്താടി കിടന്ന് പിച്ചുമ്പയൊക്കെ പറയുന്നേ? ഓ, ഞാൻ പറയുമ്പോൾ പിച്ചുമ്പേ. ഇനി ഫോണിൽ അവളുമാരൊക്കെ വിളിക്കുമ്പോൾ അത് നല്ല കാര്യങ്ങൾ. ഓ, എന്താ കോളേജിൽ നിന്ന് കോള് വന്നതാ, പിന്നെ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ. ഓ, ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ അത് ബോയ് ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ടാണോ? ഓ, അതെൻ്റെ ഗേൾ ഫ്രണ്ടാ, ക്ലാസ്സിൽ പഠിക്കുന്ന. ഈ പാതിരാത്രിക്ക് അവളുമാര് വിളിച്ചിട്ട് എന്തൊരു തിരക്കാ. എന്ത് ഡൗട്ടാണ് ഈ പാതിരാത്രിക്കുള്ളത്? കെട്ടി കൊണ്ടുവന്നതേ ഉള്ളൂ, ഇപ്പം തന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരുമല്ലോ നിന്നെ. ഇതേ ആവശ്യം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട. കണ്ടവളൊക്കെ വിളിച്ച് നടക്കാൻ നല്ല സമയമുണ്ട്. എന്നാൽ ഇവിടെ ഒരുത്തിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ ഒന്ന് കാണാം. ഓ, സമയമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ. എന്തെങ്കിലും തേങ്ങ ആവട്ടെ. എന്നെ വെറുതെ ജെല്ലിയാക്കാൻ ഒരു പരിപാടി കാണിച്ചുകൊണ്ട് വരരുത്. എനിക്ക് ജലസായ കണ്ണ് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ല എന്നാണ്ട. ഇതൊക്കെ ഇനിയിപ്പോൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. നിന്നോട് അടി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ വിശപ്പ് കൂടി വരുക. മതിയായിരിക്കും പോയിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു. ഈ രാത്രി പോയി ഫുഡ് വാങ്ങാനോ? അതൊക്കെ നടക്കുന്ന പരിപാടിയല്ല. ഓ, അതെന്താ അത്? എനിക്ക് വേണം. എനിക്ക് ഇപ്പം തന്നെ ഫുഡ് വേണം. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല മനുഷ്യന്. അവിടെ ആണെങ്കിൽ ചിന്നി തരുമായിരുന്നു. വയ്യടി, നാളെ രാവിലെ നീ പറയുന്ന എല്ലാം ഞാൻ മേടിച്ചു തരാം, ഉറപ്പാ. ഓ, എൻ്റെ പിന്നെ വലിയ കട്ടിയുള്ള മനസ്സല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. നാളെ രാവിലെ മതി. ഇത്ര നേരത്തെ എണീച്ച് കോളേജൊക്കെ പോവാണോ? അതെ, ഇന്ന് നേരത്തെ പോകണം. നേരത്തെ ഒക്കെ പോകാൻ ശരിയാ. ഇനി ഏതെങ്കിലും അവളെ കാണാനാണെങ്കിലോ? ഇതേ, ഇനി ജീവിതകാലം മുഴുവൻ 24 മണിക്കൂർ എനിക്കിത് കേൾക്കാൻ വയ്യ കേട്ടോ. ഓ, പിന്നെ തലയിൽ വെക്കും ആലോചിക്കണമായിരുന്നു. ഞാൻ എൻ്റെ ജെല്ലൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കും. എനിക്കെന്തിനു മറച്ചു വെക്കണം? നിങ്ങൾ എന്നെ ഇപ്പോൾ കണ്ടല്ലേ. ഞാൻ ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയല്ല. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാൻ വെറുതെ വിടുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോൾ അങ്ങനൊന്നും നിങ്ങൾ വിചാരിച്ച് സൂഹിക്കേണ്ട. ഞാൻ ഫുഡിൻ്റെ ലിസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തരാം. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കത് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടെന്നാൽ മതി. പിന്നെ ഒരു ലോഡ് കണക്കിനൊന്നും ഉണ്ടായാൽ ഞാൻ വാങ്ങത്തില്ല, 2 ഫുഡ് വാങ്ങിയിട്ട് വരും. ഓ, എന്നിട്ടത് ഒറ്റക്ക് പുഴുങ്ങി തിന്നോ? എനിക്ക് അപ്പളേ തോന്നിയത് അയ്യൻ്റെ അടുത്ത് വന്ന് കുറേ സോപ്പിട്ട് പറയുന്ന കേട്ടപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ഒരു കുട്ടിയേ ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചേക്കണം. നിന്റെ കല്യാണം ഞങ്ങൾ ആർഭാടായിട്ട് നടത്തില്ലായിരുന്നോ? ഇതപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുവാണോ? പോരാത്തതിന് വിശേഷം അറിയിച്ചിരിക്കുമല്ലേ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ട് എന്താ ഷൈസേ? അവരവരുടെ ജീവിതം തുടങ്ങി. ഇനിയിപ്പോൾ അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, നമ്മളൊന്നും പറയണ്ട. പിന്നെ എടാ ആരവേ, എൻ്റെ വീട്ടിൽ ആരോട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണേ? ഓ, അല്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവില്ലേ?
അല്ലേലും ഷൈസോ, നിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ തൃപ്തിയൊന്നും ഇല്ല അവൻ്റെ കാര്യത്തിൽ. പഠിക്കുമല്ലേ, പിന്നെ പാർട്ട് ടൈം ജോലിയേ ഉള്ളൂ. അതൊന്നും സാരില്ല, ഇനിയിപ്പോൾ ഓര് പഠിക്കട്ടെ, പഠിച്ചിട്ടെല്ലാം നോക്കട്ടെ. പിന്നെ ഓളിപ്പോ ഈ സ്ഥിതിക്ക് പഠിക്കാൻ പോകാത്തതാ നല്ലത്, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിനി പഠിക്കാൻ പോണ്ടേ? ഓ ഇല്ല, ഈ വയ്യാണ്ട് ഈ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രശ്നമില്ല. ഓ നോക്കട്ടെ, ഓൻ തന്നെ നോക്കട്ടെ. ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ പലതും ചെയ്യുമ്പോഴും കാണുമ്പോൾ ഒക്കെ ഓർത്തുകൊണ്ട് ചെയ്യണമല്ലോ. പ്രായം പരിധി ഒന്നും നോക്കാണ്ടെല്ലാം നടന്നല്ലേ, അപ്പൊ പിന്നെ ഓൻ തന്നെ നോക്കട്ടെ എല്ലാം. എന്റെ ആയുഷ്മാൻ ഒരു പാവ, ഓനെല്ലാം നോക്കും. എന്താ മുഖത്തൊരു സങ്കടം? ഓ ഡോക്ടറിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാനൊന്നും വരണ്ട. അല്ല, ഇതെന്താ കള്ളക്കാമ്പുക്ക് പിണങ്ങിയിരിക്കുവാണോ? ഓ എനിക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ല, ഈ പൊക്കോ. ഓ എങ്കിൽ പിന്നെ രാത്രി നീ വിളിച്ച ഞാൻ കോൾ എടുക്കുന്നില്ല. ദേ പോ, വാപ്പ വരുന്നുണ്ട്, രണ്ടുപേരും മതി സംസാരിച്ചത്. വിദ്യാമ്മയുടെ കോഫിയാണ്ട് പറയല്ല, എന്ത് രസവാ. സത്യം പറയടി, നീ സോപ്പ് ഇടുവല്ലേ? ഓ എനിക്കതിൻ്റെ പണിയല്ലേ, ഒന്ന് പോടാ. ഫോണിൽ അയച്ചതല്ലായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു, നെറ്റ് വന്നില്ല. ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴേക്ക് ഇവിടെ കണ്ടില്ലെങ്കിൽ ബാക്കി അപ്പോൾ. ഇങ്ങനെ നിക്കറ് മാത്രം ഇട്ട് കിടക്കുന്നൊക്കെ കൊള്ളാം, പുറത്തിറങ്ങിയേക്കരുത്. അതെന്താ പുറത്തിറങ്ങിയാലേ? ഓ വേണമെന്നില്ല, ഏതെങ്കിലും അവിടന്മാരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഇറങ്ങുന്നുണ്ടേ തന്നെ ഇറങ്ങുന്നത്. ഓ എങ്കിലൊരു കിസ്. നീ പോയി നിന്റെ മറ്റവളോട് ചോദിക്കുക. പോവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓ പുറത്താരെങ്കിലും ഉണ്ടോ നോക്കട്ടെ തരാന്. ഇപ്പൊ പോണ്ട. എന്റെ റബ്ബേ, ആരവ വന്നിട്ട് ഇവിടെ പുതിയ ഡോർ വെച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരവെന്തിനാ, എനിക്ക് വെക്കാൻ അറിയില്ലേ. എന്തായാലും റൂമിന്റെ ഡോർ പോയി, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. പോരാത്തതിന് ഈ റൂം മൊത്തം ഇരുട് പിടിച്ച പോലെയുള്ളത്. ഇനിയിപ്പം ഇവിടെ പുതിയ ആളും കൂടി വരുന്നതാ. എനിക്ക് ഈ റൂം മൊത്തം ഒരു ബാർബി സെറ്റപ്പിൽ വേണം. ഇതെന്താ ഇങ്ങനെ? എൻ്റെ റൂമിന് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. ഈ ബാർബിൻ്റെ റൂമൊക്കെ വേണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കോ. പോകാൻ പറ്റില്ല, ഞാൻ പോയേനെ. എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്താ ഇവിടെ ചെലന്തി വലയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ? അത്രക്കും സങ്കടം ഉണ്ടെങ്കിൽ പോയിക്കോ, ഷൈസിനോട് വരാൻ പറ.
അതെന്താ ആരവിനെ എന്നെ ആക്കി തന്നൂടെ? എന്തിനാ വെറുതെ ആരവിനെ പാടാക്കുന്നേ? നീ പൊക്കോ, ഞാൻ ഇവിടെ നിന്ന് പോവാ. പാതിരാത്രി 3:30 എൻ്റെ പൊന്നു പപ്പയുടെ പുന്നാര മോന വാതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അവിടെ ഇനി ഇപ്പം ആരെങ്കിലും കയറി എന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഞാൻ എന്തോ ചെയ്യും? ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു. അവൻ തന്നെ നന്നാക്കട്ടെ. അല്ല, അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി? വാതിൽ പൊട്ടിക്കാൻ മാത്രം? അവൻ നിക്കർ മാത്രം ഇട്ടുകൊണ്ട് പുറത്തു പോയിട്ട് കിസ് വാങ്ങാൻ പോയത്രേ. എന്നെ കൊണ്ട് നോക്കി വെക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വാതിൽ ലോക്കിട്ടു, അവൻ പൊട്ടിച്ചു. വെറും കോളേജ് പഠിക്കുന്ന അവന്റെ കയ്യിൽ എങ്ങനെ കാശ് ഇതൊക്കെ വെക്കാനായിട്ട്? എന്താ ചെയ്യാ? അവന് നല്ല വാശിയുണ്ട് കേട്ടോ. എനിക്കൊന്നും കഴിക്കാനൊന്നും വാങ്ങി തന്നില്ല. ഓ, ഗർഭിണി ആയിരിക്കുന്ന നിനക്ക് ഞാൻ പണ്ടത്തെ പോലെ ലിസ്റ്റ് കണക്കിന് വാങ്ങിത്തരാം. നീ പച്ചക്കറികൾ മാത്രം കഴിച്ചാൽ മതി, വേറെ ഒന്നും കഴിക്കണ്ട. നീ എന്തിനാണ്ടാ ഈ വാതിലൊക്കെ അടിച്ചു പൊട്ടിക്കാൻ തന്നേ? ഇത് നിന്റെ മാത്രം വീടാണെന്നാണോ വിചാരം? അതിന് അവൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് വാതിൽ എങ്ങനെ ചവിട്ടി പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? ഇനിയിപ്പം ഞാനെന്ത് ചെയ്യാനാ? നിനക്കെന്താ ആയുഷേ, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? നീ അവളെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് എന്തിനാ ചെയ്യുന്നത്? പോരാത്തതിന് പൈസ കൊട്ടക്കണക്കിനൊന്നും നിന്റെ കയ്യിലില്ലല്ലോ, പിന്നെന്താ? എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. ഞാൻ ജോലി ചെയ്തിട്ട് എന്നെ കെട്ടിയോളം നോക്കുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ കാശിലല്ല. അപ്പോൾ ഡോറ് വെക്കാൻ എനിക്കറിയാം. പാത്തു, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് അവൻ നിക്കറിട്ടുകൊണ്ട് പുറത്തു പോയപ്പോൾ ഞാൻ ഡോറ് ലോക്ക് ചെയ്തു. അപ്പോൾ അവൻ ഡോറ് ചവിട്ടി പൊട്ടിച്ചു. അതുണ്ടായേ. പിന്നെ അത് കഴിഞ്ഞ പാടെല്ലാം ഓക്കെ ആയതാണല്ലോ. പിന്നെന്തിനാ ഇപ്പം അതിവിടെ എടുത്തിട്ടത്? ഈ ഡോറ് പൊട്ടിച്ച കാര്യം ഇപ്പം എന്തിനാ ഇവിടെ എടുത്തിട്ടത്? എല്ലാം പോട്ടെ, പക്ഷെ പാത്തു എന്തിനാ വെറുതെ ഈ ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ പോയത്? അവൻ പുറത്തു പോകണ്ടേ, പോയിക്കോട്ടെ. നീ വെറുതെ എന്തെങ്കിലും സംസാരിച്ച് കാണോ അവനെ ദേഷ്യപ്പിടിപ്പിക്കാൻ? അതായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഓ, ഇനിയല്ല എൻ്റെ തലയിലൊട്ടിട്ട്, ഞാൻ തന്നെ എല്ലാം ചെയ്തത്. നീ ഓരോന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിച്ച് കാണും, അതായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തത്. അതെ ഏട്ടാ, അവൾ വെറുതെ ദേഷ്യം പിടിപ്പിച്ചിട്ടാ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ശരി, നിന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇനി ഇടപെടാൻ തന്നെ വരുന്നില്ല. പിണങ്ങിയോ? ആർക്കേലും ഐസ്ക്രീം വേണോ? നീ തിന്നളിയാ, ഞാൻ കണ്ട് രസിച്ചോളാം. ഒരു പെണ്ണും ഒരു ആണുമാ. ഫത്വ ആയുഷ്. മിലിന്ദ് ആയുഷ്.